മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാലപ്പഴക്കവും സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകളും ഒക്കെ ഗൗരവമുള്ള വിഷയങ്ങളായി നിലനിൽക്കുമ്പോൾ സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്ന 142 അടിയുടെ മുകളിലേക്ക് പോകുവാൻ ഇന്നത്തെ സാഹചര്യത്തിൽ ആർക്കും അവകാശമില്ല. നമസ്കാരം. കേരളത്തിന്റെ ബഹുമാന്യനായ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ്, താങ്കൾക്ക് ആരാണ് മുല്ലപ്പെരിയാറിന്റെ അച്ചാരം തമിഴ്നാടിന് കൊടുക്കുവാനുള്ള അധികാരം കൈമാറിയത് എന്നുള്ളതാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങളുടെ സംശയം. കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രിയായ ശ്രീ മോൻസ് ജോസഫിന്റെ ഒരു പ്രസ്താവന കണ്ടിട്ടുണ്ടായിരുന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടി വരെ ഉയർത്തുവാൻ മാത്രമേ തമിഴ്നാടിന് അധികാരമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ കൂടുതൽ, അതായത് 142 അടിക്ക് മുകളിലേക്ക് തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തണം എന്നുള്ള അവരുടെ ആവശ്യത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഇത് സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾക്കെതിരാണ് എന്നുള്ളതാണ് ശ്രീ മോൻസ് ജോസഫ് പറഞ്ഞത്. ശ്രീ മോൻസ് ജോസഫിനോട് ആരാണ് ഇതുപോലെ 142 അടി വെള്ളം മുല്ലപ്പെരിയാറിൽ തമിഴ്നാടിന് ഉയർത്തുവാനുള്ള അച്ചാരം കൊടുക്കുവാൻ അധികാരം നൽകിയിരിക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെയാണ് ഇപ്പോൾ കേരള ജനത ആവർത്തിച്ച് ചോദിക്കുന്നത്. 131 വർഷക്കാലത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാർ ഡാം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കാലപ്പഴക്കമുള്ള ഒരു ഡാമാണ്. മുത്തശ്ശി ഡാം തന്നെയാണ്. ഇത് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യം ഇതുവരെയും അനുഭാവപൂർവ്വം പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോ സുപ്രീം കോടതിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലവിൽ നിൽക്കുമ്പോഴാണ് മലയാളിയുടെ സ്വത്തിനും ജീവനും ഭീഷണിയായി ഒരു ജലബോംബ് പോലെ കേരളത്തിന്റെ നെറുകയിൽ തൂങ്ങിയാടുന്ന മുല്ലപ്പെരിയാറിനെ കുറിച്ച് മന്ത്രി ഇത്രത്തോളം വിവാദപരമായ ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. 132 അടിയിലേറെ ജലം മുല്ലപ്പെരിയാർ ഡാമിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ഡാമിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ തീർച്ചയായും അത് കേരളത്തിന്റെ വൈകാരിക പ്രശ്നമായി മാറുന്നു. കേരളത്തിലെ 4 ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അത് ഭീഷണിയുടെ ബോംബായി തന്നെ നിലനിൽക്കുന്നു. ഇത്തരത്തിലുള്ളൊരു അടിയന്തര സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി 132 അടിയിൽ കൂടുതൽ മുല്ലപ്പെരിയാറിൽ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ ആശങ്കകൾ പരിഗണിച്ചുകൊണ്ട് നാളിതുവരെ മാറി മാറി വന്ന തമിഴ്നാടിന്റെ സർക്കാരുകൾ എല്ലാവരും തന്നെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 132 അടിയിൽ മുകളിലേക്ക് പോകാതിരിക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങളും തീരുമാനങ്ങളും കൈക്കൊണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ തമിഴ്നാട്ടിലെ പുതിയ മുഖ്യമന്ത്രി വിജയ് ജോസഫ് അധികാരത്തിൽ വന്നതോടുകൂടി ശ്രീ വിജയ് ജോസഫിന്റെ സർക്കാർ മഴക്കാല ബജറ്റ് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യത്തെ പരിഗണിച്ചുകൊണ്ട് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക്, അതായത് സുപ്രീം കോടതി നിഷ്കർഷിച്ചിട്ടുള്ള 142 അടിയിൽ നിന്ന് 152 അടിയിലേക്ക് അല്ലെങ്കിൽ 150 അടിയിലേക്ക് ഉയർത്തുന്നതിനുള്ള തീരുമാനം ബജറ്റിൽ അവർ കൈക്കൊള്ളുകയുണ്ടായി. ഇത് ശ്രീ വിജയ് ജോസഫിന് എവിടെ നിന്നാണ് ഇതിനുള്ള അധികാരവും ധൈര്യവും കിട്ടിയത് എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. വിജയ് ജോസഫിന്റെ ഈ ബജറ്റ് പ്രഖ്യാപനത്തെ അംഗീകരിക്കുന്ന തരത്തിലാണ് കേരളത്തിന്റെ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയത്. തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസൃതമായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടിയിലേറെ ഉയർത്തുവാൻ കേരളം സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ തത്വത്തിൽ 142 അടി വരെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുന്നതിന് കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങൾക്ക് വിയോജിപ്പില്ല എന്ന ഒരു സന്ദേശം തന്നെയാണ് മന്ത്രി മോൻസ് ജോസഫ് ഇതിലൂടെ നൽകുന്നത് എന്നുള്ളതാണ്. മുല്ലപ്പെരിയാറിൽ 131 വർഷക്കാലത്തെ പഴക്കമുള്ള മുല്ലപ്പെരിയാറിൽ 132 അടി ജലം തന്നെ നിറഞ്ഞാൽ തന്നെ അത് കേരളത്തിന് ഭീഷണിയായി നിലനിൽക്കുന്നു എന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ അനൗചിത്യകരമായ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ ഇന്നലെ പുറത്തു വന്നത്. തമിഴ്നാട്ടിലെ ജനങ്ങൾ, അതായത് തമിഴ്നാട്ടിലെ ഭരണകൂടം, തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ശ്രീ വിജയ് ജോസഫ് തന്നെ പറഞ്ഞിരിക്കുന്നു, മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 150 അടി ഉയരത്തിലേക്ക് ഉയർത്തണം എന്ന് പറയുമ്പോൾ തീർച്ചയായും അതൊരു കാരണവശാലും അംഗീകരിക്കത്തക്കതല്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴാണ് 150 അടി പറ്റില്ല, വേണമെങ്കിൽ നിങ്ങൾ 142 അടി വരെ ഉയർത്തിക്കോളൂ എന്ന തരത്തിൽ അവർക്കൊരു അനുജ്ഞ കൊടുക്കുന്ന തരത്തിൽ, അനുവാദം കൊടുക്കുന്ന തരത്തിൽ ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻസ് ജോസഫിന്റെ ഇത്തരത്തിലുള്ള നിരുത്തരവാദിത്തപരമായ ഒരു പരാമർശം എന്ന് പറയേണ്ടിയിരിക്കുന്നു.
അതായത് 142 അടി വരെ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് അധികാരമുണ്ട്. കേരളത്തിലെ അധികാര കേന്ദ്രങ്ങൾക്ക് അതിന് വിയോജിപ്പില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സന്ദേശമാണ് മോൻസ് ജോസഫിന്റെ ആ പ്രസ്താവനയിൽ അടങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 132 അടി പോലും അതിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞാൽ കേരളത്തിന് വലിയ ഭീഷണിയാണ്. 131 വർഷത്തിലേറെ പഴക്കമുള്ള ഈ അണക്കെട്ട് ഡീകമ്മീഷൻ ചെയ്യണമെന്നുള്ള കേരളത്തിന്റെ ആവശ്യത്തോട് സുപ്രീം കോടതിയും കേന്ദ്ര സർക്കാരുമെല്ലാം മറ്റൊരു തരത്തിലുള്ള നയ സമീപനവുമായി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിന്റെ ഭീഷണിയായി തന്നെയാണ്, അല്ലെങ്കിൽ കേരളത്തിന്റെ നെറുകിൽ തൂങ്ങിയാടുന്ന ഒരു ജലബോംബായി തന്നെയാണ്, ടൈം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ജലബോംബായി മുല്ലപ്പെരിയാർ തൂങ്ങിയാടുമ്പോൾ ആ മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 142 അടി ഉയർത്തുന്നതിൽ കേരള സർക്കാരിന് യാതൊരു തരത്തിലുള്ള വിയോജിപ്പുമില്ല എന്ന് ദ്യോതിപ്പിക്കുന്ന തരത്തിലാണ് മന്ത്രി മോൻസ് ജോസഫിന്റെ കഴിഞ്ഞ ദിവസത്തെ പത്രപ്രസ്താവനയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതൊരു കാരണവശാലും കേരളത്തിന് ഭൂഷണമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ജീവന് ഭൂഷണമല്ല എന്നുള്ളത് മന്ത്രി എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല? മാറി മാറി വരുന്ന തമിഴ്നാട് സർക്കാരുകളെല്ലാം മുല്ലപ്പെരിയാർ ജലത്തിന്റെ കാര്യത്തിലും മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിലും കാണിക്കുന്ന അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻഗണന കൊടുത്തുകൊണ്ട് കാണിക്കുന്ന താല്പര്യങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളുടെ സ്വത്തിനും ജീവനും വില കൽപ്പിക്കാതെ കേരളത്തിൽ വരുന്ന ഭരണാധികാരികൾ മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിൽ ഒളിച്ചു കളിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. തമിഴ്നാട് മുല്ലപ്പെരിയാറിനോട് കാണിക്കുന്ന ആവേശവും അവരുടെ ആവശ്യവും എന്തുകൊണ്ടാണ് കേരളത്തിലെ മാറി മാറി വരുന്ന ഭരണാധികാരികൾക്ക് കാണിക്കാൻ കഴിയാത്തത്? കേരളത്തിലെ ജനങ്ങളുടെ, പ്രത്യേകിച്ച് കേരളത്തിലെ 4 ജില്ലകളുടെ ജനങ്ങളുടെ ജീവിതത്തിന് ജീവനും യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും കൽപ്പിക്കാതെ മാറി മാറി വരുന്ന കേരള സർക്കാരുകൾ എന്തുകൊണ്ടാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ കാര്യത്തിൽ ഇത്രത്തോളം നിരുത്തരവാദിത്തപരമായ സമീപനങ്ങളുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മന്ത്രി മോൻസ് ജോസഫിന് യാതൊരു തരത്തിലുള്ള അധികാരങ്ങളുമില്ല മുല്ലപ്പെരിയാറിൽ 142 അടി ജലം ഉയർത്തുന്നതിന് തമിഴ്നാടിനോട് നിർദ്ദേശിക്കുവാനോ, അല്ലെങ്കിൽ 142 അടി വരെ മുല്ലപ്പെരിയാറിലെ ജലം ഉയർത്തുന്നതിൽ അപ്പുറത്തേക്ക് കേരളത്തിന് അത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ തമിഴ്നാട് വേണമെന്നുണ്ടെങ്കിൽ 142 അടി ജലം മുല്ലപ്പെരിയാർ ഡാമിൽ നിറച്ചോളൂ എന്നുള്ളൊരു അനുവാദം കൊടുക്കുന്ന തരത്തിലായി പോയി മോൻസ് ജോസഫിന്റെ ഈ പ്രസ്താവന. തീർത്തും നിരുത്തരവാദിത്തപരം തന്നെയാണ്. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും യാതൊരു തരത്തിലും വില കൽപ്പിക്കാതെയാണ് മന്ത്രി മോൻസ് ജോസഫ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തിയത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ കേരളത്തിൽ ഇച്ഛാശക്തിയുള്ള ഒരു മുഖ്യമന്ത്രി ഇപ്പോൾ ഭരണത്തിലുണ്ട്. ശ്രീ വി.ഡി. സതീശൻ എന്ന, അല്ലെങ്കിൽ ചെറുപ്പക്കാർ പൂക്കി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന വി.ഡി. സതീശൻ കേരളത്തിലും, തമിഴ്നാട്ടിലെ പൂക്കി മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിജയും ഭരണത്തിലിരിക്കുമ്പോൾ കാവേരി ജലത്തിലടക്കം തമിഴ്നാടിന്റെ ജലവിഭവത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്ന വിജയ് മുല്ലപ്പെരിയാറിന്റെ കാര്യത്തിലും കാവേരി നദീ ജലത്തിന്റെ കാര്യത്തിലുമെല്ലാം തമിഴ്നാടിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ വി.ഡി. സതീശൻ മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇതുവരെയും നിലപാടുകളൊന്നും തുറന്നു പറഞ്ഞിട്ടില്ല. തീർച്ചയായും എല്ലാ വിഷയത്തിലും തന്റേതായ നിലപാടുകളും കാഴ്ചപ്പാടുകളും ദീർഘവീക്ഷണവുമുള്ള വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രി മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിലെ ജനങ്ങളുടെ ജീവനും ജീവിതത്തിനും സുരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയാണെങ്കിൽ അത് മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട്ടിലെ പൂക്കി മുഖ്യമന്ത്രിയായ ശ്രീ വിജയ് ജോസഫുമായും കേരളത്തിലെ മുഖ്യമന്ത്രിയായ, അല്ലെങ്കിൽ പൂക്കിയും മുഖ്യമന്ത്രി എന്നറിയപ്പെടുന്ന വി.ഡി. സതീശനും തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ നേർക്ക് നേർ ഒരു ഏറ്റുമുട്ടലിന്റെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതിയുടെ പരിധിയിലിരിക്കുന്ന ഈ കേസിൽ കേരളത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിൽ സുപ്രീം കോടതിയിൽ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് മാറി മാറി വന്ന സർക്കാരുകൾ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. മുല്ലപ്പെരിയാർ ഡാം സംരക്ഷണ സമിതി എന്നൊക്കെ പറഞ്ഞ് പല സമിതികളും ഇപ്പോൾ മുല്ലപ്പെരിയാറിന് വേണ്ടി ഘോരഘോരം ബാധിക്കുന്നുണ്ടെങ്കിലും അതും എല്ലാം ബദിരകർണങ്ങളിൽ ചെല്ലുന്ന വിലാപം പോലെയായി മാറിയിരിക്കുന്നു. എന്തായാലും മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ താല്പര്യങ്ങൾ മാനിച്ചുകൊണ്ട് വി.ഡി. സതീശൻ എന്ന മുഖ്യമന്ത്രിക്ക് പുതിയ തീരുമാനങ്ങളും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള തീരുമാനങ്ങളും നടപ്പാക്കാൻ സാധിക്കട്ടെ. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്ത് കേരളത്തിൽ പുതിയൊരു ഡാമും തമിഴ്നാടിന് ആ ഡാമിൽ നിന്നും ആവശ്യത്തിനുള്ള വെള്ളം കൊടുക്കുവാനുള്ള കരാറിലേക്കും കേരളത്തിന് എത്താൻ സാധിക്കട്ടെ. കേരളത്തിലെ 4 ജില്ലകളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനുള്ള തീരുമാനത്തിലേക്ക് കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിക്ക് പോകാൻ സാധിക്കട്ടെ. അല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന മുല്ലപ്പെരിയാർ ഡാമിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ ഒരു വിഷയം സംഭവിക്കുകയാണെങ്കിൽ, ഡാം തകരുകയാണെങ്കിൽ കേരളത്തിലെ 4 ജില്ലകളും അറബിക്കടലിന്റെ അടിത്തട്ടിൽ പോയി പതിക്കുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത്തരത്തിൽ കേരളത്തിലെ ജനങ്ങൾ അപമൃത്യു വരിക്കുവാനുള്ള സാഹചര്യം ഒഴിവാക്കുവാൻ വേണ്ടി കേരളത്തിലെ ബഹുമാന്യനായ മുഖ്യമന്ത്രി വി.ഡി. സതീശന് യുക്തമായ തീരുമാനങ്ങൾ, രാഷ്ട്രീയ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കട്ടെ.
ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ മോൻ ജോസഫിനെ പോലുള്ള ആളുകൾ അനൗചിത്യകരങ്ങളായ ഇത്തരം പ്രസ്താവനകൾ നടത്താതിരിക്കുവാൻ വേണ്ടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുമുള്ള തീരുമാനങ്ങളും അഭിപ്രായങ്ങളും കൈക്കൊള്ളുവാൻ അദ്ദേഹത്തിന് തീർച്ചയായും അദ്ദേഹം അതിനുള്ള വഴികൾ ഒരുക്കട്ടെ. മറ്റുള്ള മന്ത്രിമാർ ഇത്തരമുള്ള രാഷ്ട്രീയപരമായ നിലപാടുകളിൽ കേരളത്തിന്റെ അഭിപ്രായം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് മുമ്പ് കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വില കൽപ്പിച്ചുകൊണ്ടായിരിക്കണം ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ നടത്തേണ്ടത്. ശ്രീ മോൻസ് ജോസഫിന്റെ മുല്ലപ്പെരിയാറിൽ 142 അടി മുകളിലേക്ക് തമിഴ്നാട് ജലനിരപ്പ് ഉയർത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ 142 അടി വരെ നിങ്ങൾ ഉയർത്തിക്കോളൂ എന്ന് അനുവാദം കൊടുക്കുന്ന തരത്തിലുള്ള പ്രസ്താവന തീർത്തും നിരുത്തരവാദിത്തപരം തന്നെയാണ്. കേരളത്തിന്റെ താല്പര്യങ്ങൾക്ക് നിരക്കാത്തതാണ്. ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ തീർച്ചയായും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇടപെട്ട് നിർത്തണം എന്ന് തന്നെയാണ് കേരളത്തിന്റെയും ആവശ്യം.